യൂറോപ്യൻ യൂണിയന് നിർണായകമായ കാലഘട്ടമാണിത്. രാഷ്ട്രീയമായി അതിൻ്റെ പ്രസക്തി പരീക്ഷിക്കപ്പെടുന്ന കാലം. ട്രംപ് അമേരിക്കയിൽ രണ്ടാമതും അധികാരത്തിലെത്തിയതോടെ അതിശക്തരായ ഒരു സുഹൃത്ത് രാഷ്ട്ര പിൻബലം കൂടി ഇല്ലാത്ത സ്ഥിതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലം വന്നത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ പ്രത്യേകിച്ചും രാഷ്ട്രീയ ബലാബല പരീക്ഷണം കൂടി ആരംഭിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന്റെ അമേരിക്കയും യൂറോ വിരുദ്ധ ചേരിയിലാണ് നിലയുറപ്പിച്ചത്. പക്ഷേ റഷ്യൻ സ്വാധീനം ശക്തമായ കിഴക്കൻ യൂറോപ്പിൽ യൂറോപ്യൻ യൂണിയന് അനുകൂലമായ ജനവികാരം ശക്തമാവുകയാണെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രവണതയുടെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് റൊമേനിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം. E victoria voastră, să știți! ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിരുന്നു റൊമേനിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. യൂറോപ്യൻ യൂണിയൻ എന്ന സംവിധാനത്തിന്റെ സുരക്ഷയിൽ ഏറ്റവും നിർണായക പങ്കുള്ള രാജ്യമാണ് റൊമേനിയ. നേറ്റോ അംഗമെന്ന നിലയിലും റൊമേനിയയിലെ രാഷ്ട്രീയ നേതൃത്വം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നവംബറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിച്ചതാണ് റൊമേനിയൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഓഫ്. EU വിരുദ്ധനായ തീവ്ര വലതുപക്ഷക്കാരൻ കലീൻ ജോർജസ്ക്യുവിനായിരുന്നു ആദ്യഘട്ടത്തിൽ വിജയം. മധ്യമപക്ഷ നേതാവ് എലെന ലസ്കോണി രണ്ടാം സ്ഥാനത്ത് വന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജോർജസ്ക്യുവിന് അനുകൂലമായ റഷ്യൻ ഇടപെടൽ ഉണ്ടായി എന്ന് കണ്ടെത്തിയതോടെ ഡിസംബറിൽ ജോർജസ്ക്യുവിന്റെ വിജയം ഭരണഘടനാ കോടതി റദ്ദാക്കി. ഫെബ്രുവരി 26 കലീൻ ജോർജസ്ക്യു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫാഷിസ്റ്റ് സംഘടനകളെ പിന്തുണച്ചു, ഭരണഘടനാ ക്രമത്തിനെതിരെ പ്രവർത്തിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടു. പിന്നാലെ ജോർജസ്ക്യുവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ജോർജസ്ക്യു എന്ന ഭീഷണി തൽക്കാലം ഒഴിവായെങ്കിലും മെയ് 4 വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഭീഷണിയായി EU വിരുദ്ധനും തീവ്ര വലതുകക്ഷി നേതാവുമായ ജോർജ് സിമിയോൺ മുന്നിലെത്തി. അലയൻസ് ഫോർ ദ യൂണിയൻ ഓഫ് റൊമേനിയൻസ് എന്ന സഖ്യം 40.5% വോട്ടുകളാണ് നേടിയത്. എതിരാളിയും ബുക്കറസ്റ്റ് മേയറുമായ മധ്യമകക്ഷി നേതാവ് നിക്കുഷോർ ഡാൻ രണ്ടാമതെത്തി. യൂറോപ്പ് വിരുദ്ധത, അതിദേശീയത, യുക്രൈനുള്ള സൈനിക സഹായത്തോടുള്ള എതിർപ്പ് എന്നിവ മുഖമുദ്രയാക്കിയ സിമിയോണിന്റെ മുന്നേറ്റം യൂറോപ്യൻ യൂണിയന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. ഒടുവിൽ മെയ് 18 നടന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ റൊമേനിയയിൽ യൂറോപ്യൻ അനുകൂലിയായ നിക്കുഷോർ ഡാൻ വിജയിയായി. നിക്കുഷോർ ഡാനിന് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ല. ഓണസ്റ്റ് റൊമേനിയ എന്ന ബാനറിലാണ് ഡാൻ മത്സരിച്ചത്. USR, DRET, PMP, RPER എന്നിങ്ങനെ യൂറോപ്യൻ അനുകൂല പാർട്ടികളുടെ പിന്തുണ നിക്കുഷോർ ഡാനിനുണ്ടായിരുന്നു. തീവ്ര വലത് റഷ്യൻ അനുകൂല നിലപാടിന്റെ നിരാകരണമാണ് റൊമേനിയയിൽ കണ്ടത്. കിഴക്കൻ യൂറോപ്പിൽ തീവ്ര വലതുപക്ഷ നിലപാടുകാരുടെ ജൈത്രയാത്രയ്ക്ക് തടയിടാനും ഉദാര ജനാധിപത്യത്തിന് പ്രതീക്ഷയേകാനും ലിബറൽ മധ്യമ നിലപാടുള്ള കക്ഷികൾക്ക് കഴിയും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് റൊമേനിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം. യൂറോപ്യൻ യൂണിയന്റെ കിഴക്കൻ അതിര് ഭദ്രമാണെന്ന സന്ദേശവും റൊമേനിയ നൽകുന്നു.